ഇപ്പം 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ നമ്മളിപ്പം ഒരുപാട് അടക്കി ഇരുത്തി പഠിപ്പിക്കുന്ന ഒരു സമയമാണ് ശരിക്കും. ഞെക്കി പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്ന പോലെ അവരെ നമ്മൾ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്ത് സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ പ്രഷർ ചെയ്ത് ഫുൾ A+ അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ ഒരുപാട് കേസുകൾ കഴിഞ്ഞ 1-2 മാസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊടുക്കാം. ഞാൻ മനസ്സിലാക്കുന്നത് 10ാം ക്ലാസ്സിൽ ആയിക്കഴിഞ്ഞാൽ കുട്ടികൾ അവർക്ക് സ്വയം പഠിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം. നമ്മൾ ഈ 10ാം ക്ലാസ് എടുക്കുന്ന ആൾക്കാരിൽ ഞെക്കി പഠിപ്പിച്ച പഴങ്ങൾക്ക് അത്ര മധുരം ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് ഇവര് പിന്നീട് എവിടെ എത്തിക്കഴിഞ്ഞാൽ സ്വയം പഠിക്കാനുള്ള ശീലം ഉണ്ടാവില്ല, സ്വയം പഠിക്കുന്ന സ്വഭാവം ഉണ്ടാവില്ല, സ്വയം പഠിക്കാനുള്ള കഴിവുണ്ടാവില്ല. അവർ ഉയർന്ന ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അവർ പരാജയപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ഹൈസ്കൂളൊക്കെ എത്തുന്ന സമയത്ത് കുട്ടികൾ സ്വയവും പഠിക്കാനുള്ള കഴിവും ആ സ്ട്രാറ്റജിയും പഠിക്കണം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 10ാം ക്ലാസ്സിൽ വലിയ മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും വലിയ മാർക്കൊന്നും കിട്ടാത്തതാണ് പിന്നീട് നല്ല മാർക്ക് കിട്ടുകയും ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്തെത്തുകയൊക്കെ ചെയ്യുന്നത്. നേരെ മറിച്ച് ഫുൾ A+ കിട്ടിയ ആൾക്കാർ എവിടെ എത്താതായി പോകുന്നതിന്റെ ഒരു റീസൺ അതാണ്. നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആലോചിക്കണം. കാരണം നമ്മൾ ഒരുപാട് പേരെ കാണുന്നുണ്ട്, അവർക്ക് പറ്റിയ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാതെ ജീവിതം നശിച്ചു പോയ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അത് പ്രൊഫഷണലി പല ഇഷ്ടമില്ലാത്ത പ്രൊഫഷണലി ജോലി ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ പി എസ് സിക്ക് പോകാന്നൊക്കെ പറഞ്ഞിട്ട് PSC ഒക്കെ കിട്ടിയിട്ട് ഗവൺമെന്റ് ജോബൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ അടുത്തൊരു ഒരുപാട് ഒരു 10-20 വർഷത്തോളം സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന അത്യാവശ്യം നല്ല ശമ്പളമൊക്കെ കിട്ടുന്ന ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, ഞാൻ ശരിക്കും എന്നോട് തന്നെ ഞാൻ അതിക്രമം കാണിച്ചിട്ടുണ്ട്. കാരണം